ഇത് പുതിയ ഇറങ്ങിയിട്ടുള്ളൊരു ജനലാണ്. ഇത് ഓപ്പൺ ആക്കുന്നതും ക്ലോസ് ആക്കുന്നതും ഇങ്ങനെയാണ്. അകത്തുനിന്ന് നമ്മളിങ്ങനെ തള്ളി തുറന്നു കഴിഞ്ഞാൽ വാളിനോട് പാരലായിട്ടുള്ള രീതിയിലാണ് ഇത് ഓപ്പൺ ആയി വരുന്നത്. ഈ കാണുന്ന കളർ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് UPVCയിൽ ചെയ്യാൻ പറ്റും. ഗ്രേ, ബ്ലാക്ക്, ബ്രൗൺ, ഗോൾഡൻ ഓക്ക്, ഡാർക്ക് ഓക്ക്, വാൾനട്ട്, മഹാഗണി. ഇതിനകത്ത് മഴ പെയ്യുമ്പോൾ സ്ലൈഡിംഗ് ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ തുറന്നിരിക്കുകയാണെങ്കിൽ ഇവിടെ മഴ പെയ്യുമ്പോൾ വെള്ളം നിറയും. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ പുറത്തേക്ക് കളയുന്നുള്ളൊരു വിഷയം. അതിന് വേണ്ടിയിട്ടുള്ള ഡ്രെയിൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. സോ ഈ കാണുന്നത് മുഴുവൻ അലുമിനിയം സിസ്റ്റം വിൻഡോസ് ആണ്. ഈ കാണുന്ന മെറ്റീരിയൽ അലുമിനിയം ആണ്. അതിൽ പൗഡർ കോട്ടഡ് ആയിട്ടാണ് ഈ ഒരു ബ്ലാക്ക് കളറിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇത്രയും വെറൈറ്റികൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു ഷോറൂം നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ ഒന്നും തന്നെ കാണാൻ കഴിയുന്നുള്ളത്. ഈ കാണുന്ന വെറൈറ്റി ഐറ്റംസ് എല്ലാം സ്റ്റെയർ കേസിൽ വരുന്ന ഹാൻഡിൽ ഡിസൈൻസ് ആണ്. നമസ്കാരം, നിങ്ങളുടെ വീട്ടിലേക്ക് UPVC വിൻഡോസ് അല്ലെങ്കിൽ അലുമിനിയം സിസ്റ്റം വിൻഡോസ് ഇതിലേതാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഇനിയും കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിന് പറ്റിയൊരു ഷോറൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞ 2 ടൈപ്പ് വിൻഡോസിൻ്റെയും ഓൾമോസ്റ്റ് എല്ലാ മോഡലുകളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഷോറൂമാണ്. നമുക്ക് ശരിക്കും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കോഴിക്കോട് ടൗണിൻ്റെ ഒരു പ്രൈം ലൊക്കേഷനിലാണ് ഈ ഒരു ഷോറൂം വരുന്നത്. സോ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലേക്ക് എന്ത് കാര്യം വാങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചില കൺസിഡറേഷൻസ് ഉണ്ടാവും. ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ വുഡ് വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും, അതേപോലെ സ്റ്റീൽ വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്താണ് മോഡേൺ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിട്ടുള്ള UPVC വിൻഡോസ്, അലുമിനിയം സിസ്റ്റം വിൻഡോസ് ഇങ്ങനെയുള്ള പ്രൊഡക്ട്സിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ വരിക. അങ്ങനെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന് പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻസ് ഏതാണ് നമ്മൾ അന്വേഷിക്കും. അതിന് പറ്റിയിട്ടുള്ള ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കോഴിക്കോട് ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ടടുത്ത് ജോർജ് പ്രൊജക്ട്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കേരളത്തിൽ എല്ലാ സ്ഥലത്തും പ്രീമിയം ക്വാളിറ്റി UPVC അതേപോലെ അലുമിനിയം സിസ്റ്റം വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണത്. ഫസ്റ്റ് നമ്മളൊരു സാധനം വാങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട സാധനം അതിൻ്റെ ഏത് സ്റ്റൈലിലാണ്, ഏത് ലുക്കിലാണ് നമുക്കത് വേണ്ടതെന്നുള്ളതാണ്. നിങ്ങൾക്ക് വൈറ്റ് കളറിലാണോ, ബ്ലാക്ക് കളറിലാണോ, വുഡൻ ഷെയ്ഡിലാണോ, സ്ലിം ആയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ കുറച്ച് ബൾക്കി ആയിട്ടുള്ളതാണോ, അത് ഏത് സ്റ്റൈലിലാണ് വേണ്ടതെന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ആർക്കിടെക്റ്റ് നിങ്ങളുടെ വീട് ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്ന ആൾ നിങ്ങൾക്ക് ഏത് സ്റ്റൈലിലാണ് വിൻഡോ വരച്ച് തന്നിരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വിൻഡോ സെലക്ട് ചെയ്യേണ്ടത്. സോ ഈ കാണുന്നത് മുഴുവൻ അലുമിനിയം സിസ്റ്റം വിൻഡോസ് ആണ്. ഈ കാണുന്ന മെറ്റീരിയൽ അലുമിനിയം ആണ്. അതിൽ പൗഡർ കോട്ടഡ് ആയിട്ടാണ് ഈ ഒരു ബ്ലാക്ക് കളറിലേക്ക് വരുന്നത്. അതിൻ്റെ ഗ്രേ ഫിനിഷ് ആണത്. ഈ ഭാഗത്ത് കാണുന്നത് വുഡൻ ഫിനിഷ് ആണ്. ഇത് അനദർ ടൈപ്പ് ഓഫ് വുഡൻ ഫിനിഷ് ആണ്. ഇങ്ങനെ ഒരുപാട് വുഡൻ ഫിനിഷസ് നമുക്ക് അലുമിനിയത്തിൽ അവൈലബിൾ ആണ്. ഇവിടെ അന്വേഷിച്ച സമയത്ത് ഏകദേശം 40+ ഫിനിഷസ് വുഡിൽ നമുക്ക് അലുമിനിയത്തിൽ ഇന്ന് ഇവരുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. ഈ കാണുന്ന സാധനമാണ് UPVC എന്ന് പറയുന്നത്. അൺപ്ലാസ്റ്റിസൈസ്ഡ് പോളി വിനൈൽ ക്ലോറൈഡ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് UPVC എന്ന് പറയുന്നത്. നിങ്ങൾ ഈ മുകളിലത്തെ ഭാഗം, അതായത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഒരു വിൻഡോ സൈഡിൽ കട്ട് ചെയ്തിട്ട് ഒരു സെക്ഷണൽ വ്യൂ നമ്മളെ കാണിച്ചിരിക്കുകയാണ്. ഇതാണ് UPVCയുടെ പ്രൊഫൈല്. ഇതിനകത്ത് ഗ്ലാസ് കൊടുക്കുന്നു. ബാക്കിയുള്ള ഭാഗം UPVCയുടെ ആ ഒരു പ്രൊഫൈലാണ്. ഇത് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ഒരു മെറ്റാലിക് സ്ട്രിപ്പ്, ഒരു GI പൈപ്പാണ് നോർമലി ഇവർ അതിനകത്തേക്ക് കടത്തുക. അപ്പോൾ അതിങ്ങനെ എത്ര ലെങ്ത് വേണമെങ്കിലും നമുക്ക് ഈ UPVC ഇങ്ങനെ ഹൈറ്റിൽ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതൊരു ജസ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചറാണ് എന്ന് നമുക്ക് പറയാം. സാധാരണ നമ്മൾ വൈറ്റ് കളറിലാണ് UPVC കാണുക. വൈറ്റ് കളറിനെ കൂടാതെ വുഡൻ ഫിനിഷസ് UPVC അവൈലബിൾ ആണ്. കളർ ഓപ്ഷൻസിലും UPVC അവൈലബിൾ ആണ്. ഈ കാണുന്ന കളർ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് UPVCയിൽ ചെയ്യാൻ പറ്റും. ഗ്രേ, ബ്ലാക്ക്, ബ്രൗൺ, ഗോൾഡൻ ഓക്ക്, ഡാർക്ക് ഓക്ക്, വാൾനട്ട്, മഹാഗണി. ഇത്രയും കളർ ഓപ്ഷൻസ് ആണ് എല്ലാവരും യൂസ് ചെയ്ത് വരാറുള്ളത്. അതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള വുഡൻ ഓപ്ഷൻസ് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ കാറ്റലോഗ് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഐറ്റംസ് നമുക്കൊന്ന് കാണാം. അതിനു മുമ്പ് രണ്ടാമത്തൊരു കാര്യം, നമുക്ക് ആ ഒരു സ്റ്റൈല് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് ഏത് ടൈപ്പാണ് നമുക്ക് വിൻഡോ വേണ്ടതെന്നുള്ളതാണ്. വിൻഡോയിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന 2 ടൈപ്പാണ്. ഒന്ന് നോർമൽ ഇങ്ങനെ പുറത്തോട്ട് തുറക്കുന്ന ടൈപ്പ്, ലൈക്ക് ഇതേപോലെ ഈ ഒരു വിൻഡോ തുറന്നതുപോലെ നമുക്ക് പുറത്തേക്ക് നോർമൽ ഓപ്പൺ ആക്കുന്ന വിൻഡോസ്. ഇത്തരം വിൻഡോസിനെ നമ്മൾ വിളിക്കുന്ന പേര് കേസ്മെൻറ്റ് വിൻഡോസ് എന്നാണ്. കേസ്മെൻറ്റ് വിൻഡോസ്, നോർമൽ പുറത്തോട്ട് പാളികൾ തുറക്കുന്ന വിൻഡോസ്. അതല്ലാതെ തന്നെയുള്ള വിൻഡോസ് ആണ് ഈ കാണുന്ന സ്ലൈഡിങ് വിൻഡോസ്. ഇതേപോലെ സ്ലൈഡ് ചെയ്യുന്ന വിൻഡോസ്. ഇത് രണ്ടും നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ടൈപ്പുകളായിരിക്കും.
എന്നാൽ നമുക്ക് അത്ര സുപരിചിതമല്ലാത്തൊരു ഇംഗ്ലീഷ് ടൈപ്പ് വിൻഡോസ് ആണ് ഈ കാണുന്ന വിൻഡോസ്. ഇത്തരം വിൻഡോസിനെ വിളിക്കുന്നത് ഓണിംഗ് വിൻഡോസ് എന്നാണ്. ഓണിംഗ് എന്ന് വെച്ചാൽ ഈ ഒരു സാധനം നമ്മൾ ഇത് അടയ്ക്കുന്നത് ഇങ്ങനെയാണ്. അതിനുശേഷം ഇവിടെ ഒരു നോബ് ഉണ്ടാവും. ഈ ഭാഗത്ത് വന്നാൽ നോബ് കറക്റ്റ് കാണാൻ പറ്റും. സോ ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് പുറത്തോട്ട് ഇങ്ങനെ തള്ളിയിട്ടാണ് ഇത് ഓപ്പൺ ആക്കുക. ഇവിടെ ഒരു സ്റ്റേ നൽകിയിട്ടുണ്ടാവും രണ്ട് ഭാഗത്തും. ഇതാണ് ആ ഒരു മെക്കാനിസം. കൂടുതലും യൂറോപ്യൻ ഒരു ഇംഗ്ലീഷ് ടൈപ്പ് വീടുകളിലാണ് ഇത്തരത്തിലുള്ള വിൻഡോസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ തന്നെ വേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡലാണ് ഡബിൾ ഓണിംഗ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഓണിങ്ങിന് പകരം ഇവിടെ രണ്ടെണ്ണം പുറത്തോട്ട് ഇതേപോലെ നമുക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കും. കുറച്ചുകൂടെ കൂടുതൽ എയർ സർക്കുലേഷൻ നമുക്ക് ലഭിക്കും. ഇനിയിപ്പോൾ നമുക്ക് മുകൾ ഭാഗം ക്ലോസ് ചെയ്തിട്ട് തായ് ഭാഗത്ത് മാത്രം തുറക്കണമെങ്കിൽ അങ്ങനെ ഒരു സിംഗിൾ മാത്രമായിട്ട് നമുക്ക് തുറക്കാൻ സാധിക്കും. ഈ 4 സംഭവം നിങ്ങൾ ഓൾറെഡി എവിടെയെങ്കിലും വെച്ച് അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ് മൂവീസിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. എന്നാൽ തന്നെ നമ്മുടെ നാട്ടിൽ അത്ര റെയറായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് വിൻഡോയാണ് പാരലൽ കേസ്മെന്റ് വിൻഡോസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡോറ് പുറത്തോട്ട് തുറക്കണ്ട, പാരലായിട്ട് ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 6 ഇഞ്ച് മാത്രം ഡിസ്റ്റൻസ് വാളിൽ നിന്ന് പുറത്തോട്ട് വന്നാൽ മതി. പക്ഷെ നല്ല രീതിയിലുള്ള എയർ സർക്കുലേഷൻ വീടിനകത്തേക്ക് ലഭിക്കുകയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് വിൻഡോസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? മുകളിൽ നിന്ന് എയർ കയറും, താഴെ നിന്ന് എയർ കയറും, രണ്ട് സൈഡിൽ നിന്ന് എയർ കയറും. നല്ല രീതിയിലുള്ള എയർ സർക്കുലേഷൻ വീടിനകത്തേക്ക് ലഭിക്കും. അതേ സമയത്ത് വീടിൻ്റെ വെളിയിലേക്ക് ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ജനൽ പോയിട്ട് വേറെ എവിടെയെങ്കിലും മുട്ടുന്നോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബൗണ്ടറിക്ക് പുറത്തോട്ട് ജനൽ പോണ്ടാന്നോ ഒക്കെയുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വിൻഡോ യൂസ് ചെയ്യാൻ സാധിക്കും. പാരലൽ കേസ്മെന്റ് വിൻഡോസ് എന്നാണ് ഇത്തരത്തിലുള്ള വിൻഡോസിനെ പറയാം. ഈ വിൻഡോസിന്റെ ഈ സിസ്റ്റംസ് ഒക്കെ നിങ്ങൾക്ക് അലുമിനിയത്തിലും അവൈലബിൾ ആണ്, UPVCയിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് ബെറ്റർ എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അടുത്തൊരു ഫാക്ടറിലേക്ക് നമുക്ക് പോവാം. തേർഡ് പോയിന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ആ ഒരു സൈസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നിങ്ങളുടെ വിൻഡോ വലുതാണോ ചെറുതാണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വലിയൊരു വിൻഡോ ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നോർമൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വിൻഡോയുടെ സൈസ് 5 അടി എന്നുള്ള രീതിയിലായിരിക്കും. 5 അടി നീളം, 5 അടി വീതി, അതിനേക്കാളും താഴെയായിരിക്കും വീടുകളിലേക്ക് വരുന്ന വിൻഡോസ്. സം കേസ് നമുക്ക് വലിയ വിൻഡോസ് ആവശ്യമായിട്ട് വരാറുണ്ട്. കുറച്ചൊരു ബൾക്കി ആയിട്ടുള്ള സൈസുള്ള വിൻഡോസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് UPVC വിൻഡോസ് നോക്കാവുന്നതാണ്. കുറച്ചുകൂടെ സ്ലിം ആയിട്ടുള്ള വിൻഡോസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബെറ്റർ നിങ്ങൾ അലുമിനിയം വിൻഡോസ് ഉപയോഗിക്കുന്നതായിരിക്കും. അലുമിനിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്ലിം ആയിട്ടുള്ള പ്രൊഫൈലിൽ നിങ്ങൾക്ക് എത്ര വലിയ സൈസുള്ള വിൻഡോസ് വേണമെങ്കിലും പണിയാന്നുള്ളതാണ്. ഇതേ ഒരു സ്ലിമ്മിൽ തന്നെ നിങ്ങൾ ഒരു 10 ഫീറ്റ് 20 ഫീറ്റ് വിൻഡോസ് ഒക്കെ അലുമിനിയത്തിൽ നിങ്ങൾക്ക് പണിയാൻ സാധിക്കും. UPVCയിലേക്ക് വരുമ്പം ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു ബൾക്കിനെസ് ഏതാണ്ട് ഇത്രയും വരും. ആ ഒരു പ്രൊഫൈലിൻ്റെ സൈസ് ഏതാണ്ട് ഇത്രയും വരുന്ന രീതിയിലാണ് നമുക്ക് ആ ഒരു UPVC പ്രൊഫൈലുകൾ അവൈലബിൾ ആവുക. അലുമിനിയത്തിൽ നിങ്ങൾക്ക് സ്ലിമ്മും അവൈലബിൾ ആണ്, ബൾക്കിയും അവൈലബിൾ ആണ്. സ്ലിം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ആ ഒരു തിക്നെസ്സിലാണ് അല്ലെങ്കിൽ ആ ഒരു വീതിയിലാണ് കിട്ടുക. ബൾക്കിയിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു ബൾക്കി മോഡലാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഈ കാണുന്നത് മുഴുവൻ അലുമിനിയത്തിൽ ചെയ്തിരിക്കുന്നതാണ്. അതിൽ പൗഡർ കോട്ടഡ് ആയിട്ടാണ് ഈ ഒരു വുഡൻ ഫിനിഷ് നൽകിയിരിക്കുന്നത്. ഒരു ബൾക്കി ഫീൽ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ മരത്തിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബൾക്കിനെസ് ഇത്രയും നമ്മൾ കൊടുക്കും. ഇത്രയും വലിയൊരു വിൻഡോ ആവുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഹൈറ്റ് പറയുകയാണെങ്കിൽ ഒരു 10 ഫീറ്റ് ഹൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മരത്തിൻ്റെ ഒരു എക്സാക്റ്റ് റെപ്ലിക്ക നമുക്ക് അലുമിനിയത്തിൽ ചെയ്യണമെങ്കിൽ അലുമിനിയത്തിൽ ബൾക്കി ആയിട്ടുള്ള പ്രൊഫൈൽസ് അവൈലബിൾ ആണ്. നിങ്ങൾ അത് ചൂസ് ചെയ്താൽ മതി. ഇനി കുറച്ച് സ്ലിം ആയിട്ടുള്ളതാണ് നിങ്ങളുടെ ആർക്കിടെക്റ്റിന് ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അലുമിനിയത്തിൻ്റെ സ്ലിം പ്രൊഫൈൽസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അടുത്ത് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകളെ കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ നോർമൽ നമ്മൾ വീടുകളിലേക്കൊക്കെ വേണ്ട ജനലുകളിൽ ഉപയോഗിക്കുന്നത് 5mm ടഫൻഡ് ഗ്ലാസ് ആണ്. എന്നാൽ ഇതുപോലെയുള്ള വലിയ വിൻഡോസ് ഒക്കെ ആണെങ്കിൽ സ്ലൈഡിങ് ഓപ്പണിംഗ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ 8mm ടഫനെങ്കിലും അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഗ്ലാസ്സുകളിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ടഫൻ ഗ്ലാസ്സുകൾ അവൈലബിൾ ആണ്, ലാമിനേറ്റഡ് ഗ്ലാസ്സുകൾ അവൈലബിൾ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലാമിനേറ്റ് ഷീറ്റിൻ്റെ 2 ഭാഗത്തും ഗ്ലാസിൻ്റെ 2 ലെയറുകൾ വന്ന് നിൽക്കുന്ന രീതിയിൽ ടഫൻ ഗ്ലാസിനേക്കാളും കുറേ കൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള പൊട്ടിപ്പോയാലും നിലത്തേക്ക് പൊട്ടിച്ചെതറാത്ത തരത്തിലുള്ള ഗ്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓൾസോ DGU ഗ്ലാസ്സുകൾ അവൈലബിൾ ആണ്. DGU ഗ്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഗ്ലാസിൻ്റെ ഇടയിൽ ഒരു എയർ ഗ്യാപ്പ് വരുന്ന തരത്തിലുള്ള ഗ്ലാസ് ആണ്. അത്തരത്തിലുള്ള ഏത് ഗ്ലാസും നമുക്ക് അലുമിനിയത്തിൻ്റെ കൂടെയും UPVCയുടെ കൂടെയും ഒരേപോലെ ഉപയോഗിക്കാൻ സാധിക്കും. 24mm DGU ഗ്ലാസ്സുകൾ വരെ UPVCയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സെയിം ആ ഒരു തിക്നെസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള അലുമിനിയം പ്രൊഫൈൽസും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സ്ലൈഡിംഗ് സിസ്റ്റം എടുക്കുന്ന സമയത്ത് അത് അലുമിനിയത്തിലാവട്ടെ UPVCയിലാവട്ടെ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അത് വേറെ ഒന്നുമല്ല, ഇതിൻ്റെ സ്ലൈഡിങ് മെക്കാനിസം ആണ്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ട്രാക്കിലൂടെയാണ് അതിങ്ങനെ സ്ലൈഡായിട്ട് പോകുന്നത്. 2 ടൈപ്പിൽ സ്ലൈഡുകൾ അവൈലബിൾ ആണ്. ഇത് 2 ട്രാക്കാണ്, 2 ട്രാക്കുകൾ ഇവിടെ കാണാം. അതുപോലെ തന്നെ വേറൊരു ടൈപ്പാണ് 3 ട്രാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന രീതിയിൽ 3 ട്രാക്കുകൾ ഇവിടെ കാണാം. 1, 2, 3. ഈ 3 ട്രാക്കുകളിലൂടെയും ഇതേപോലത്തെ ഒരു
ടയർ ഉപയോഗിച്ചിട്ടാണ് ഇതിങ്ങനെ സ്ലൈഡ് ആവുന്നത്. നോക്കിയാൽ ഇങ്ങനെ സ്ലൈഡ് ആവുക ചെയ്യുക. ഇതിൻ്റെ അടിയിലാണ് ഈ ഒരു സിസ്റ്റം ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വാളിറ്റി ഇതിൻ്റെ വെയിറ്റിന് എടുക്കാൻ പറ്റുന്ന രീതിയിലല്ല എങ്കിൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഈ ഒരു ടയർ ഡാമേജ് ആവും, ഈ ഒരു സ്ലൈഡിങ്ങിന് അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് എവിടെ നിന്ന് മേടിക്കുകയാണെങ്കിലും ഈ ഒരു ആക്സസറീസിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ജോർജ് ബ്രദേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരിൽ കാണുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ആക്സസറീസിൻ്റെ ക്വാളിറ്റി പൊതുവെ നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മാത്രമല്ല ഈ ഹാൻഡിൽസ് ആണെങ്കിലും ഇവിടെ കൊടുത്തിരിക്കുന്ന നോബുകളും ലോക്കുകളും ഒക്കെ ആണെങ്കിലും നമുക്ക് നല്ലൊരു സർവീസും ഇവരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ആക്സസറീസിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. സോ ഈ പ്രൊഡക്റ്റുകൾക്ക് സർവീസ് എത്രത്തോളം ഉണ്ട്, ഗ്യാരണ്ടി എത്രത്തോളം ഉണ്ടെന്ന് എൻഷുർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട്. 12 വർഷത്തെ ഗ്യാരണ്ടിയാണ് ഇവർ ഇവിടെ ഓഫർ ചെയ്യുന്നത്. ആക്സസറീസിനൊക്കെ 2 ഇയർ ഗ്യാരണ്ടിയും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ലൈഡിങ് ഡോറ് നല്ല ഭംഗിയില്ലേ? നമ്മൾ നോർമൽ ഒരു പ്ലെയിൻ ഗ്ലാസ് ഒന്നും അത്ര ലൈക്കില്ലാത്ത ആളുകൾക്ക് ഇതേപോലെ ഒരു ചെറിയ കള്ളിയൊക്കെ വന്നിട്ട് ജോർജിയൻ ടൈപ്പിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അധികം ആളുകളും ഇപ്പോൾ ഇംഗ്ലീഷ് സ്റ്റൈൽ വീടുകൾ, ഒരു കൊളോണിയൽ സ്റ്റൈൽ വീടുകളൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ജോർജിയൻ പ്രൊഫൈൽ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ആക്ച്വലി പ്ലെയിൻ ഗ്ലാസ്സിന് മുമ്പിൽ, പ്ലെയിൻ ഗ്ലാസ്സിൽ ടഫൻ ഗ്ലാസ്, ലാമിനേറ്റഡ് ഗ്ലാസ്, ഏത് ഗ്ലാസ് ആണെങ്കിലും ഗ്ലാസിൻ്റെ മുകളിൽ നമ്മൾ ഈ പ്രൊഫൈലുകൾ ഇതിനകത്തേക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ്, ഗമ്മ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ്. അത് നമ്മളുടെ ആ ഒരു ഡിസൈൻ അനുസരിച്ച് തന്നെ നമുക്ക് ഏത് രീതിയിലും കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാനും സാധിക്കും. ഇനി അലൂമിനിയത്തിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ സ്ലൈഡിങ് ഞാൻ കാണിച്ചു തരാം. ഇത് അലൂമിനിയത്തിൽ വരുന്ന 3 ട്രാക്കാണ്. ഇതാണ് 3 ട്രാക്കുകൾ വരുന്നത്. 1, 2, 3. ഇതിൻ്റെ ഒരു കവറിങ് ആണ് ഇവിടെ വരിക. അപ്പോൾ നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് കാണുന്ന സമയത്ത് ഇതേപോലെ ഒരു കവറിങ്ങിൻ്റെ ഉള്ളിലായിരിക്കും ആ ഒരു സ്ലൈഡർ മൂവ് ചെയ്യാം. ഇതേപോലത്തെ ഒരു സ്ലൈഡറാണ് അലുമിനിയത്തിന് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ നേരത്തെ UPVC കണ്ടതുപോലെ എക്സ്ട്രാ ഒരു ലെയർ ഒന്നും ഉണ്ടാവില്ല. അലുമിനിയം വളരെ സ്ലിം ആയിരിക്കും, ഭയങ്കര സീംലെസ് ആയിരിക്കും, സെയിം ഫിനിഷ് ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. സോ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു 2 ട്രാക്ക് കാണിച്ചു തരാം. ഇതാണ് 2 ട്രാക്ക് വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഷട്ടേഴ്സാണ് ഇതിൽ സ്ലൈഡ് ആവുക, 2 ഓപ്പണിങ്സ് ആണ് ഇതിനുണ്ടാവുക. ഇതിൽ ഇതേപോലെ സെയിം മെക്കാനിസം തന്നെ വരുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. രാത്രി സമാധാനമായിട്ട് ഉറങ്ങാൻ വരുന്ന സമയത്ത് കൊതുക് ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു മൊസ്കിറ്റോ നെറ്റ് കൂടെ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു പ്രൊഫൈല് കുറച്ചൊരു സ്പെഷ്യൽ പ്രൊഫൈലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2 ട്രാക്കിന് പുറമെ ഒരു 2.5 ട്രാക്ക് എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. ആ ഒരു മൊസ്കിറ്റോ സ്ലൈഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ട്രാക്ക് കൂടെ ഇവിടെ കൊടുത്തിട്ടാണ് ചെയ്യുക. സോ മൊസ്കിറ്റോ നെറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വിൻഡോയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് UPVC ആണെങ്കിലും പറ്റും, അലുമിനിയം ആണെങ്കിലും പറ്റും. വേറൊരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്, ഇപ്പോൾ ഇതിനകത്ത് മഴ പെയ്യുമ്പം സ്ലൈഡിംഗ് ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ തുറന്നിരിക്കുകയാണെങ്കിൽ ഇവിടെ മഴ പെയ്യുമ്പോൾ വെള്ളം നിറയും. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ പുറത്തേക്ക് കളയുന്നുള്ളൊരു വിഷയം. അതിന് വേണ്ടിയിട്ടുള്ള ഡ്രെയിൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിനകത്ത് മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയൊരു ഹോള് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ക്ലോസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ആ ഒരു ഹോളിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് ഇതിനകത്തുകൂടെ താഴോട്ട് ഡ്രെയിൻ ഔട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണല്ലേ. സോ എനിക്കറിയാം ഇപ്പോഴും നിങ്ങൾ ആ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ തന്നെയാണ് ഇരിക്കുക. UPVC ആണോ അലുമിനിയം ആണോ, ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് അടുത്തൊരു പോയിന്റ് കൂടെ ഞാൻ പറയുമ്പോഴേ അതിലേതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് കോസ്റ്റാണ്. ഇപ്പോൾ രണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ UPVC ആണോ അലുമിനിയം ആണോ കൂടുതൽ കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലുമിനിയം ആണ് കൂടുതൽ കോസ്റ്റ്. സോ അലുമിനിയം ഒരു പ്രീമിയം മെറ്റീരിയൽ ആണ്. മോസ്റ്റ് ഓഫ് ദ ആളുകളും കൺഫ്യൂസ്ഡ് ആവുന്ന കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന അലുമിനിയം ഫാബ്രിക്കേഷൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റും UPVC ആയിട്ടാണ് കമ്പാരിസൺ വരുന്നതെങ്കിൽ ഓഫ് കോഴ്സ് അതല്ല സംഭവം. ഇതൊരു പ്രീമിയം അലുമിനിയം സിസ്റ്റം വിൻഡോസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഉപയോഗിക്കുന്ന അലുമിനിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള, നല്ല ഗേജ് ഉള്ള, നല്ല സ്ട്രെങ്ത് ഉള്ള അലുമിനിയംസ് ആയിരിക്കും. മാത്രമല്ല ഇതിൻ്റെ ഫിനിഷിങ്ങും വളരെ പ്രീമിയം ആയിരിക്കും. ഇപ്പോൾ പ്രീമിയം പ്രൊജക്ട്സുകളിലേക്ക് ഉപയോഗിക്കുന്ന വിൻഡോസിന് അലുമിനിയം സിസ്റ്റം വിൻഡോസ് എന്നാണ് പറയുക. നമ്മൾ വളരെ ചീപ്പറായിട്ട് നാട്ടിൻ പുറത്ത് കാണുന്നത് സ്ക്രാപ്പ് അലുമിനിയം ഉപയോഗിച്ച് ചെയ്യുന്ന സാധനങ്ങളാണ്. അത് വളരെ വെയ്റ്റ്ലെസ് ആണ്. അത് ഡ്യൂറബിലിറ്റിയും സ്വാഭാവികമായിട്ടും അതിന് കുറവാണ്. അതേപോലെ അതിൻ്റെ ഒരു ഫിനിഷിങ്ങും വളരെ കുറവായിരിക്കും. അതും ഇതും നിങ്ങൾ കമ്പയർ ചെയ്യരുത്. ഇത് വേറെയാണ്, അത് വേറെയാണ്. സോ UPVCയിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ബിലോ 1000 ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഈ ഒരു UPVC പ്രൊഡക്റ്റ്. പെർ സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് പറയുക. എന്ന് വെച്ചാൽ നമ്മുടെ വിൻഡോയുടെ സർഫസ് ഏരിയ എത്രയാണോ അതിൻ്റെ സ്ക്വയർ ഫീറ്റ് ആണ് റേറ്റ് പറയുക. എബവ് 1000 ആയിരിക്കും ഇത്തരത്തിലുള്ള അലുമിനിയം സിസ്റ്റം വിൻഡോസിൻ്റെ പ്രൈസിങ് വരിക. പ്രൈസിൽ വേരിയേഷൻസ് ഉണ്ടാവും. ഓഫ് കോഴ്സ് ഇതിൻ്റെ ഫിനിഷിലാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. ഇത് കുറച്ച് സുപ്പീരിയർ ആയിട്ടുള്ളൊരു ഫിനിഷാണ്, ഒരു ആൻറ്റിക് ഗോൾഡ് ഫിനിഷ്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് വേറൊരു ഫിനിഷാണ് വരുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിനിഷിനനുസരിച്ച് ഡിഫറെൻറ്റ് റേറ്റ് ആണ് വരിക. സെയിം അതേ രീതിയിൽ തന്നെ UPVCയിൽ പ്ലെയിൻ കളേഴ്സിനും
അതേപോലെ വുഡൻ കളേഴ്സിനൊക്കെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. പ്ലെയിൻ കളേഴ്സിന് കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവാണ്. വുഡൻ കളറിലേക്ക് പോകുന്ന സമയത്ത് പ്രൈസ് കുറച്ച് കൂടുതലാണ്. അങ്ങനെ പ്രൈസ് വേരിയേഷൻസ് ആക്ച്വലി നിങ്ങൾ ഈ ഷോറൂമുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ബെസ്റ്റ് കോട്ട് ഇവർ നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്കുള്ള കോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ നൽകാം. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കാണേണ്ട വേറെയും ഒരുപാട് ഐറ്റംസ് ഇവരെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ കാണുന്നത് മുഴുവൻ ഇവിടുത്തെ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽ ഡിസൈൻസ് ആണ്. വളരെ സ്ലിം ആയിട്ടുള്ള ഹാൻഡ് റെയിൽ ഡിസൈൻസ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജോർജ് പ്രൊഡ്സിനെ മീറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് ടെഫൻഡ് ഗ്ലാസും അതേപോലെ മുകളിൽ വരുന്ന ടോപ്പ് റെയിലും പല ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നില്ല ഇത്രയും വെറൈറ്റികൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു ഷോറൂം നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ ഒന്നും തന്നെ കാണാൻ കഴിയുന്നുള്ളത്. ഈ കാണുന്ന വെറൈറ്റി ഐറ്റംസ് എല്ലാം സ്റ്റെയർ കേസിൽ വരുന്ന ഹാൻഡ് റെയിൽ ഡിസൈൻസ് ആണ്. അതിൽ ഈ ഒരു ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്ലാസ് ഇറ്റ്സെൽഫ് ഒരു ഹാൻഡ് റെയിലായിട്ട് വർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഹാൻഡ് റെയിലിൻ്റെ കൈ പിടിക്കാനുള്ള ഭാഗം തൊട്ടടുത്തേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു ഗോൾഡൻ ഫിനിഷിൽ റൗണ്ടിൽ വരുന്ന ഒരു ട്യൂബുലാർ ഷേപ്പിലാണ് വരുന്നത്. ഇതിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്നുണ്ട്. ഇതാണെങ്കിൽ SS ഫിനിഷിലേക്ക് വരുന്നുണ്ട്. ഇതിലേക്കൊക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടെ ബൾക്കി ആയിട്ടുള്ള ഒരു മോഡലാണ് ഇവിടെ കാണാൻ സാധിക്കുക. നോർമൽ ഒരു സ്ക്വയർ ഷേപ്പിന് പകരം കുറച്ചുകൂടി ടാപ്പേഡ് ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് ഈ ഒരു പ്രൊഫൈൽ വരുന്നത്. തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന പ്രൊഫൈൽ കാണാം. അതിൻ്റെ ഈ കോർണർ എഡ്ജസ് കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കോർണർ വരുന്നു. ഇതിലേക്ക് വരികയാണെങ്കിൽ വുഡൻ വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് ഇതേപോലെ വുഡൻ വരുന്നു. അതിൻ്റെ കോർണേഴ്സ് ഇതാ ഈ രീതിയിൽ വരുന്ന കോർണേഴ്സ് അവൈലബിൾ ആണ്. സോ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഹാൻഡ് റെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്ലാസ് വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇത് മാത്രമല്ല, വീടിൻ്റെ ഫുൾ ഇൻറ്റീരിയർ വർക്കുകൾ ഇവരിവിടെ ചെയ്യുന്നുണ്ട്. സോ ജോർജ് പ്രൊജക്ട്സ് നമുക്ക് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാനുള്ള അവസരം ചെയ്തു തന്നത് ഇദ്ദേഹമാണ്. നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രേക്ഷകർ. നമ്മുടെ കമ്പനിയുടെ പേര് വരുന്നത് ജോർജ് പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. നമുക്ക് ഷോറൂം വരുന്ന കാലിക്കറ്റും പാലാരോട്ടുമാണ് നമുക്ക് ഷോറൂം വരുന്നത്. നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത് പാലാരോട്ടത്തായിട്ടാണ് വരുന്നത്. എറണാകുളത്ത് ഇവരെ ഷോറൂമിൽ ഞങ്ങൾ മുൻപ് വന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് മൈബെട്രോമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏതാണ്ട് ഒരു 2 വർഷത്തിന് മുമ്പായിട്ട്. അതെ അതെ അതെ. ഇപ്പോൾ നമുക്ക് കാലിക്കറ്റ് തന്നെ ഇവരുടെ വലിയൊരു ഷോറൂം വന്നിരിക്കുക. എനിക്ക് തോന്നുന്നു എറണാകുളത്ത് നിങ്ങളുടെ ഹെഡ് ഓഫീസിനേക്കാളും വലിയ അതെ അതെ തീർച്ചയായിട്ടും കാലിക്കറ്റ് വന്നിരിക്കുന്നത്. അതായത് ശരിക്കും ഞങ്ങൾക്കിപ്പോ കാലിക്കറ്റ് ബേസ് ചെയ്ത് വന്നപ്പോഴത്തേനും കാലിക്കറ്റുള്ള നമ്മുടെ ആർക്കിടെക്ട്സും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലയൻസും ഒക്കെ ശരിക്കും പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു വലിയ ഷോറൂമായിട്ട് ഞങ്ങൾ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങോട്ട് വരണം. കാരണം ഒരു ബൂമിംഗ് സിറ്റി എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള സിറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്തായാലും അത്യാവശ്യം. അതെ അതെ. അപ്പൊ നമുക്കൊരു ഷോറൂം ഇല്ലാത്തതിന്റെ ഒരു കുറവ് നമുക്ക് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള എക്സിസ്റ്റിംഗ് നമ്മുടെ കസ്റ്റമേഴ്സ് എറണാകുളം വന്ന് കാണേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും വർക്കുകളായിട്ട് അങ്ങനെ പോയി ആ സൈറ്റിലൊക്കെ വിസിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത. അപ്പൊ അങ്ങനെ ഒരു റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്, പലരുടെ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഷോറൂം ഞങ്ങൾ ചെയ്തത്. ഇവിടെ ശരിക്കും ഇത് കേരളത്തിൽ ഇതുപോലത്തെ ഒരു ഷോറൂം നമുക്ക് ഇത്രയും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഷോറൂം വേറെ ഇല്ല എന്നുള്ളതാട്ടോ സത്യം. ഇവിടെ ഇതേപോലെ കിച്ചൺ മോഡലുകൾ വരെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. ജോർജ് പ്രൊഡക്ട്സിന്റെ എന്തൊക്കെയാണ് സർവീസസ് എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താലോ? നമുക്ക് ശരിക്കും ജോർജ് വർക്സിന് വരുന്നത് ശരിക്കും പറഞ്ഞാൽ സിസ്റ്റം വിൻഡോസ് ആൻഡ് അലൂമിനിയം ഡോസ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് UPVC വിൻഡോസ് ആൻഡ് ഡോസ് വരുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഇന്ത്യയുടെ എല്ലാ സൊല്യൂഷൻസും, പിന്നെ നമുക്ക് ACP വർക്ക്, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഗ്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വർക്കുകളും, എല്ലാ പ്രോജക്ട്സും അത് പ്രോജക്ട് ബേസ് ചെയ്ത് തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. ചെറിയ ടീമല്ലോ ശരിക്കും. ഇവര് നമ്മുടെ നാട്ടിലേക്ക് ഇവര് വരികയാണ്, വലിയൊരു ഫേമുമായിട്ടാണ് അവർ വരുന്നത്. ഓൾറെഡി നല്ലൊരു ബ്രാൻഡുമായിട്ടാണ് അവർ വരുന്നത്. എത്ര വർഷമായിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ടോട്ടൽ സിസ്റ്റർ കൺസേൺ ഉൾപ്പെടെ ഞങ്ങൾ 33+ ആയിട്ടുണ്ട്. 33 വർഷത്തെ ഒരു ലെഗസി കൊണ്ടാണ് ജോർജ് പ്രൊഡക്ട്സ് കോഴിക്കോടേക്ക് വരുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള സിസ്റ്റം വിൻഡോസ്, UPVC വിൻഡോസ്, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇന്റീരിയർ പ്രൊഡക്ഷൻസ് ആർക്കിടെക്ട്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യും. തീർച്ചയായിട്ടും അതെ. അങ്ങനെ കൊളാബറേറ്റ് ചെയ്ത് അവർ തരുന്ന ഡിസൈൻ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻ കേസ് ഇനി പലതിനും നമ്മളുടെ ഭാഗത്തുനിന്നുള്ള എന്തെങ്കിലും 3D ഡിസൈൻസോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ അത് ചെയ്ത് കൊടുക്കും. കേരളത്തിൽ എവിടെയൊക്കെ ഇവരുടെ സർവീസസ് അവൈലബിൾ ആവും? ഞങ്ങൾക്ക് ഓൾ കേരള ഞങ്ങൾക്ക് വരുന്നുണ്ട്. അതുകൂടാണ്ട് ഞങ്ങളൊരു 10 സംസ്ഥാനങ്ങളുടെ താഴെ ഞങ്ങൾ ഔട്ട് ഓഫ് കേരള വർക്ക് ചെയ്യുന്നുണ്ട്. 10 സംസ്ഥാനത്തിൽ വരെ നിങ്ങൾക്ക് ചെയ്യാം. ഞങ്ങൾ ചെയ്യുന്നുണ്ട്. തമിഴ്നാട്, കർണാടക നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബാംഗ്ലൂർ ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓൺഗോയിങ് ആണ് നമ്മുടെ പ്രോജക്ട്സ് ഓൺഗോയിങ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇവരുടെ പ്രൊഡക്റ്റിന്റെ ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ് നേരിട്ട് അറിയണമെങ്കിൽ നേരെ കാലിക്കറ്റ് വന്നാൽ മതി. നമ്മുടെ ആ ഒരു ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെ ഹൈലൈറ്റ് മാൾ തൊട്ടടുത്തുണ്ട്. ഹൈലൈറ്റ് മാളിന്റെ തൊട്ടടുത്ത് തന്നെ വരുന്ന ഒരു ബിൽഡിംഗിലാണ് UL സൈബർ പാർക്കിന്റെ സൈബർ പാർക്കിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്.
വേറെ ശരിക്കും ലാൻഡ്മാർക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. റോഡിൽ നിന്ന് തന്നെ ഇവരുടെ ബോർഡ് വലിയ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ഈ സ്പോട്ടിലേക്ക് വരാനും സാധിക്കും. സ്റ്റെയർ കേസിന്റെ കാര്യത്തിൽ നിങ്ങളുടെ സർവീസസ് ഒരുപാട് സ്റ്റെയർ മോഡൽസ് ഇവിടെ ഹാൻഡ് റെയിൽ മോഡൽസ് ഇഷ്ടംമാരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെങ്ങനെയൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? അത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഗ്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള വരുന്നത്, ഗ്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വർക്കും നമ്മൾ ചെയ്യുന്നതാണ്. അതിനകത്ത് നമുക്ക് വരുന്നതാണ് ഹാൻഡ് റെയിൽസ് വരുന്നത്. അതിന്റെ ഡിഫറെന്റ് പാറ്റേണും എനിക്ക് തോന്നുന്നു അത്രയും പാറ്റേൺ ആയിട്ട് ഉള്ള ഒരു ഷോറൂം നമുക്ക് കാണാമല്ലോ. അത്രയും പാറ്റേൺസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൺഗോയിങ് പ്രോജക്ട്സുകൾക്കും അതുപോലെ നമ്മുടെ വില്ലാസ്, അതുപോലെ ചെറിയ അപ്പാർട്ട്മെന്റ്സ്, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനൊക്കെ നമുക്ക് ആ ടൈപ്പ് വരുന്നതാണ്. ബാൽക്കണിയും സ്റ്റെയറിനും ഒക്കെ നമുക്ക് വരുന്ന പാറ്റേൺ ആണ്. യെസ്, നിങ്ങളുടെ വീട്ടിലേക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും നിങ്ങൾ കോട്ട് എടുക്കേണ്ട ഒരു സ്ഥാപനമാണ് ജോർജ് ബ്രദേഴ്സ്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ 2 കൊല്ലം മുമ്പ് നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ അന്ന് നമ്മൾ ചെയ്തതിന്റെ നിങ്ങളുടെ റീച്ചായിട്ട് ഞങ്ങൾ ഒരുപാട് പേര് അറിഞ്ഞു. അപ്പൊ അതിന് വളരെയധികം നന്ദിയുണ്ട്. ആ 2 കൊല്ലം അത് കഴിഞ്ഞുകൊണ്ടാണ് ഇപ്പൊ അതിലും വലിയൊരു ഷോറൂം ഇവിടെ ചെയ്യാൻ പറ്റി. ഇനി ഞങ്ങൾക്ക് വേറെ ഇനി അടുത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ദുബായാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അതിന്റെ വർക്കൗട്ടിങ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ബൂമോടുകൂടി ഇപ്പൊ നമ്മ ബെറ്റർ ഹോംസ് ചെയ്യുന്നതിന്റെ ബൂമോടുകൂടി അടുത്ത 2 കൊല്ലത്തിനുള്ളിൽ ഞങ്ങൾക്ക് ദുബായ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ട് വരട്ടെ. ഇവരുടെ പ്ലാനുകളൊക്കെ നല്ലതായിട്ട് പോട്ടെ. നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും നല്ലൊരു സർവീസ് തരുന്നിടത്തോളം കാലം ഇവർക്ക് ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവരെ കുറിച്ചുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് അറിയേണ്ട ആളുകൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഇട്ടേക്കാം. അതേപോലെ കോൺടാക്ട് നമ്പർ അതിലുണ്ടാവും, ലൊക്കേഷൻ അതിലുണ്ടാവും, ഇവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് ഒക്കെ അതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ത്രൂ ഔട്ട് ചെക്ക് ചെയ്യാം. കാലിക്കറ്റ് ടൗണിൽ വരികയാണെങ്കിൽ, വീട് നിർമ്മിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ മസ്റ്റ് ആയിട്ടും ഈ ഒരു ഷോറൂം നിങ്ങൾ വിസിറ്റ് ചെയ്യുക. വർത്ത് വാച്ചിങ് ആണ്. ഒരുപാട് പ്രൊഡക്റ്റുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിസിറ്റ് കൂടെ ആക്കാൻ ആ ഒരു ഷോറൂം നിങ്ങളെ സഹായിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ